ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു കറുത്തച്ചാറ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കറുത്തെടുത്തിട്ട് നന്നായിട്ട് ചെത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണ, ഉലുവ, കടുക്, പിന്നെ ഇതിലേക്ക് വിനാഗിരിയാണ് കേട്ടോ. അത് എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അച്ചാറാകുമ്പോൾ എണ്ണയൊക്കെ ഒന്ന് മുന്തി നിൽക്കണം. അപ്പോൾ കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉലുവയും കൂടെ ഇട്ട് കൊടുത്ത് കറിവേപ്പില കുറച്ചധികം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ കറുത്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക. കറുത്ത എന്ന് പറയുകയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക. നിങ്ങൾ എന്താ പറയലെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ലതുപോലെ വാടാൻ പാടില്ല. നമുക്കൊന്ന് കടിക്കുമ്പോൾ അങ്ങനെ ഒരു ബലം വേണം കേട്ടോ. ആ ഒരു ഇതിലായിരിക്കണം നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടേണ്ടവർക്ക് ഇടാം. അപ്പോൾ ഞാൻ പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെയാണല്ലോ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ, പക്ഷേ ഇങ്ങനെ ചെയ്താൽ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാത്രത്തിലൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ, വെള്ളം ഉണ്ടായതുകൊണ്ടായിരിക്കാം. എന്നിട്ട് നമ്മൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ എസൻസ് വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വിനാഗിരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിലെടുത്തത് കേട്ടോ. എന്നിട്ട് ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ റെഡിയാക്കി നോക്കുക. നിങ്ങളിങ്ങനെയല്ല ഉണ്ടാക്കാറെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്